ദാഹിച്ചു കാക്ഷിക്കും പോലവേ എന്നാത്മാവിൻ ദാഹവും നിനക്കായൻ ദൈവമേ. മാന്നീർത്തോടിനായി ദാഹിച്ചു കാക്ഷിക്കും പോലവേ എന്നാത്മാവിൻ ദാഹവും നിനക്കായൻ ദൈവമേ. ആശ്രയം നീ, ശൈലവും നീ, കോട്ടയും നീ, എന്നും കാക്കും. ആശ്രയം നീ, ശൈലവും നീ, കോട്ടയും നീ, എന്നും കാക്കും. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു വിശ്വാസിക്ക് വിഷാദമൂകത അനുഭവപ്പെടുമോ? 19-ാം ശതകത്തിലെ പ്രഗത്ഭനായ ഒരു വേദശാസ്ത്ര പണ്ഡിതനും പ്രാസംഗികനുമായ ഡോക്ടർ ജോൺ ഹെൻറി തൻ്റെ സ്നേഹിതന് ഇപ്രകാരം എഴുതി: ഇടതടവില്ലാത്ത സന്തോഷവും സ്വസ്ഥതയും അനുഭവിക്കുന്ന, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒന്നുമേശാത്ത, ആത്മിക ഉയർച്ചയിൽ എത്തിയ ഒരുവനായി നീ എന്നെ ഭാവന ചെയ്യുന്നു എന്ന് തോന്നിപ്പോകുന്നു. ഞാനൊരു വിശുദ്ധനാണ് എന്ന് നീ ചിന്തിക്കരുത്. പലപ്പോഴും ഇരുളടഞ്ഞ ജീവിത അനുഭവക്കാരനാണ് ഞാൻ. വിൻസ്റ്റൺ ചർച്ചിൽ ധീരനും ശക്തനുമായൊരു വ്യക്തിയാണെന്ന ധാരണയാണ് നിലനിൽക്കുന്നത്. അദ്ദേഹം ഒരു വികാരജീവി അല്ലായിരുന്നു എങ്കിൽ തന്നെയും പലപ്പോഴും ദീർഘിച്ചു നിൽക്കുന്ന വിഷാദമൂകത അദ്ദേഹം അനുഭവിച്ചിരുന്നു എന്ന് പറയപ്പെട്ടിരുന്നത്. തൻ്റെ ജീവിതത്തിൽ വിഷാദമൂകത അനുഭവിച്ചിരുന്ന നാളുകളെ അദ്ദേഹം കറുത്ത പട്ടി എന്നാണ് വിളിച്ചിരുന്നത്. വിഷാദവും മൂകതയും മനുഷ്യരുടെ സാധാരണ അനുഭവങ്ങളാണ്. സങ്കീർത്തനം 42:5 കൊരഹൂത്തന്മാർ ചോദിക്കുന്നത്: എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ നരങ്ങുന്നത് എന്ത്? ജീവിതത്തിലെ വിഷാദ അനുഭവങ്ങളിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണം എന്ന് തുടർന്ന് സങ്കീർത്തനത്തിൽ പറയുന്നു. 1-ാം വാക്യത്തിൽ പറയുന്നത്: മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ. നമ്മുടെ ആത്മാവ് കർത്താവിനോട് ചേരുമ്പോൾ ആണ് വിഷാദ അനുഭവങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നത്. ദൈവത്തോട് ചേരുവാൻ കാക്ഷിക്കുന്ന സങ്കീർത്തനക്കാരൻ്റെ ആഗ്രഹത്തെ ഓടിത്തളർന്ന മാനിനുണ്ടാകുന്ന ജലത്തിനു വേണ്ടിയുള്ള ആർത്തിയോടാണ് ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത്. മനുഷ്യനെ മാനിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധേയമാണ്. മാൻ മ്ലേച്ഛതയില്ലാത്ത ശുദ്ധിയുള്ള ഒരു മൃഗമാകുന്നു എന്ന് ആവർത്തനം 14:3 മുതൽ 5 വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. മാൻ ശുദ്ധ മൃഗമായിരിക്കുന്നത് പോലെ മനുഷ്യനും ശുദ്ധമായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ മനുഷ്യനിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. എന്നാൽ മ്ലേച്ഛമായ ശീലങ്ങൾ, അശുദ്ധമായ ചിന്തകൾ, ദൈവികമല്ലാത്ത പ്രവർത്തനങ്ങൾ ഇവയൊക്കെയാണ് വിശ്വാസി എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ കൈമുതൽ. മാനിൻ്റെ നിഷ്കളങ്കത എവിടെ നിൽക്കുന്നു? വിശ്വാസിയുടെ കപടമുഖം എവിടെ നിൽക്കുന്നു? സകല ശത്രുക്കളുടെ കൈകളിൽ നിന്നും വിടുതൽ ലഭിച്ച ദാവീദ് യഹോവയ്ക്ക് സംഗീതം പാടി ചൊല്ലുമ്പോൾ പറയുന്നത്: അവൻ എൻ്റെ കാലുകളെ മാൻപേയുടെ കാലുകൾക്ക് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു എന്ന 2 ശമൂവേൽ 22:34. യെശയ്യാവ് 5:6 പ്രവാചകൻ പറയുന്നത്: അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും എന്ന്. അതായത് മാൻ അതിവേഗം ഓടുന്നു, ഗിരികളിൽ നിൽക്കുന്നു, തുള്ളിച്ചാടുന്നു. എന്നാൽ വിശ്വാസി എന്ന് അഭിമാനിക്കുന്ന നാമോ മയങ്ങിയും ഉറങ്ങിയും ജീവിതത്തെ തള്ളി നീക്കുകയല്ലേ? അതിൻ്റെ പരിണിത ഫലമല്ലേ ഇന്ന് സംഭവിക്കുന്ന പീഡനങ്ങൾ? വിശ്വാസി ഉറങ്ങുമ്പോൾ ചുറ്റിലുമുള്ളവർ ഉണർന്ന് എഴുന്നേൽക്കുന്നു. ദൈവവചനത്തിനായി ദാഹിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് നോക്കി ഉന്നത ആത്മിക നിലവാരത്തിൽ വിശ്വാസി നിൽക്കണം. അതിന് കഴിയണമെങ്കിൽ മാനിനെ പോലെ നാം നീർത്തോടുകളെ അന്വേഷിക്കണം. അതായത് ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തിനായിട്ടുള്ള ദാഹം നമ്മിലുണ്ടാവണം. കൊരവുത്തന്മാർ പാടുന്നത്: എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു എന്ന സങ്കീർത്തനം 42:2. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. സങ്കീർത്തനം 14:2.
എന്നാൽ മനുഷ്യനോ ഇർമ്യാവ് 2:13 പറയുന്നത്, ദൈവജനം ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. അവനവൻ കുഴിച്ച കുഴിയിൽ, പൊട്ടക്കിണറുകളിൽ വരണ്ട അവസ്ഥയിലാണ് വിശ്വാസി ഇന്ന് കഴിയുന്നത്. പൊട്ടക്കിണറുകളിൽ ഇരുന്ന് സ്വയപ്രശംസയും വിമർശനങ്ങളും നടത്തുന്ന വിശ്വാസി അല്ലേ ഞാനും നീയും? സ്വയത്തെയും സ്വന്തം നേട്ടങ്ങളെയും കുറിച്ച് അഭിമാനിക്കുന്ന വിശ്വാസി അല്ലേ നാം ഓരോരുത്തരും? അതിൻ്റെ പരിണിത ഫലമല്ലേ എല്ലാം നേടിയിട്ടും വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഞരക്കം മാറണമെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ വെറും പൂജ്യം മാത്രമാണ് എന്ന് സമ്മതിച്ച് ദൈവമുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാകണം. ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം. നിഷ്കളങ്കമായ മാനിനു പകരം അലറി പരസ്പരം കടിച്ചു കീറുന്ന സിംഹങ്ങളായി നാം മാറിയിരിക്കുകയല്ലേ? കൗശലക്കാരായ കുറുക്കന്മാരെ പോലെയും ഇരുളിൽ പതിയിരിക്കുന്ന ചെന്നായ്ക്കളെ പോലെയും പകപോക്കുവാൻ പത്തി വിടർത്തുന്ന പാമ്പിനെ പോലെയും അല്ലേ നാം ഇന്ന് പ്രവർത്തിക്കുന്നത്? ഒരു വിധത്തിൽ ഈ വിധത്തിലുള്ള നമ്മുടെ ജീവിതങ്ങളെ എത്ര നാൾ കർത്താവ് പൊറുക്കും? അവൻ ദീർഘക്ഷമയുള്ളവനായതുകൊണ്ടല്ലേ നാം ഇന്നും നിലനിൽക്കുന്നത്. ഇതിനൊരു മാറ്റം ഉണ്ടാവണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവും നിന്നോട് ചേരുവാനുള്ള കൃപ നൽകണമേ. ആമേൻ. ആത്മാവേ ഉള്ള മതിൽ ഖേദത്താൽ ഞരങ്ങുന്നുവോ? ആത്മാവേ ഉള്ള മതിൽ ഖേദത്താൽ ഞരങ്ങുന്നുവോ? അവൻ നിൻ രക്ഷയുമേ, നിന്നുടെ മുഖപ്രകാശവുമേ. അവൻ നിൻ രക്ഷയുമേ, നിന്നുടെ മുഖപ്രകാശവുമേ. ആശ്രയം നീ, ശൈലവും നീ,